നമസ്കാരം. എൻ്റെ പേര് നിവേദ്യ ബാബു. ഞാനിവിടെ ഒരു കഥ പറയട്ടെ. കഥയുടെ പേര് സാധാരണക്കാരൻ്റെ ജീവിതം. സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു ബാസി. തെങ്ങ് കയറ്റമാണ് ബാസിയുടെ ജോലി. അങ്ങനെയിരിക്കെയാണ് സോഡിയത്തിൻ്റെ കുറവ് മൂലം ബാസിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാകുന്നത്. അമ്മയുടെ മരണശേഷം അച്ഛൻ ആകെ തകർന്നിരുന്നു. സോഡിയത്തിൻ്റെ കുറവ് കൂടിയായപ്പോൾ അച്ഛൻ്റെ മനോനില ആകെ താളം തെറ്റി. പരസ്പര ബന്ധമില്ലാത്ത അച്ഛൻ്റെ സംസാരം ഹോസ്പിറ്റലിലെത്തിയിട്ടും മാറ്റമില്ലാതെ തുടർന്നു. അച്ഛൻ്റെ ഇടയ്ക്കിടെയുള്ള പിറുപിറുക്കലും എഴുന്നേറ്റ് നടത്തവും മൂലം ഹോസ്പിറ്റലിൽ വെച്ചും ബാസിക്ക് തീരെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ പരിശോധനയ്ക്കായി ഡോക്ടർ വാർഡിലേക്ക് വന്നു. തലേന്നുള്ള ഉറക്കക്ഷീണത്തിൽ സ്റ്റൂളിലിരിക്കുകയായിരുന്നു ബാസി. ഇരുന്നു കൊണ്ട് തന്നെ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബാസി മറുപടി കൊടുത്തു. ബാസിയുടെ ഇരിപ്പും ഭാവവും ഡോക്ടർക്ക് തീരെ പിടിച്ചില്ല. തനിക്കൊന്ന് എഴുന്നേറ്റ് കൂടി. നീരസം കലർന്ന ചോദ്യത്തോടൊപ്പം അസഭ്യവാക്കുകളും ഡോക്ടറിൽ നിന്നുണ്ടായി. ബാസിക്കെല്ലാം കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ നൽകുന്ന നികുതി പണത്താൽ ശമ്പളം വാങ്ങുന്ന ഡോക്ടറാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ അറിയാതെ ഞങ്ങളെ തന്നെ ഭരിക്കുവാൻ വരുന്നത്. അപ്പോൾ ബാസി മുൻപ് നടന്ന ഒരു കാര്യം ഓർത്തുപോയി. ഒരിക്കൽ ഗത്യന്തരമില്ലാതെ അച്ഛനെയും കൂട്ടി ഒരു രാത്രി ഡോക്ടറുടെ വീട്ടിൽ ചെല്ലേണ്ടി വന്നു. അവിടെ ചുമരിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, രാത്രി പരിശോധനയ്ക്ക് 750 രൂപ എന്ന്. ബാസിയുടെ ഉള്ളിൽ ഒരു പുച്ഛഭാവമുണ്ടായി. പിറ്റേ ദിവസം നാട്ടിൽ ആഡംബര ജീവിതം നയിക്കുന്ന ജോസഫ് മുതലാളിയുടെ വീട്ടിൽ തേങ്ങ പറിക്കുവാൻ ചെന്നു. തേങ്ങയൊക്കെ പറിച്ച് കൂലിക്കായി കുറച്ചുനേരം അവിടെ നിന്നു. പിന്നെ അകത്തുനിന്ന് കുടവയറും തടവിക്കൊണ്ട് ജോസഫ് മുതലാളി പുറത്തേക്ക് വന്നു. കസേരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, എത്രയാ നിന്റെ കൂലി? ജോസഫ് മുതലാളിയുടെ ഒരു ഒഴുക്കൻ ചോദ്യം. ബാസി കൂലി പറഞ്ഞു. പറഞ്ഞതിലും 100 രൂപ കുറച്ചാണ് അയാൾ കൂലി കൊടുത്തത്. ബാസി എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അയാൾ അകത്തേക്ക് നടന്നു. ഒന്നും പറയാനാവാതെ ബാസി റോഡിലേക്ക് നടന്നു നീങ്ങി. ഇതൊരു ബാസിയുടെ ജീവിതം മാത്രമല്ല, ചില സാധാരണക്കാരായ ബാസിമാരുടെ കൂടി ജീവിതമാണ്.